ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു കഥ പറയുന്ന ടുക് ടുക് എന്ന ഫാന്റസി തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, സ്ഥിരമായി സ്ത്രീകളുടെ കുളിസീൻ കാണുന്ന 3 പയ്യന്മാർ. അവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുവാനായിട്ട് ഒരു ക്യാമറ വേണം. അതിനുള്ള കാശുണ്ടാക്കാൻ വേണ്ടി ഒരു സ്കൂട്ടർ ഓട്ടോറിക്ഷ പോലെ ആക്കി മാറ്റി. എന്നാൽ ആ സ്കൂട്ടറിൽ ഒരു ആത്മാവുണ്ടെന്ന് അവർക്ക് പിന്നീട് മനസ്സിലാകുന്നു. പിന്നീട് നടന്നതോ ഞെട്ടിക്കുന്ന രസകരമായ ചില സംഭവങ്ങൾ. ആരുടെ ആത്മാവായിരിക്കും അത്? എന്തിനായിരിക്കും ഈ പിള്ളേരുടെ വണ്ടിയിൽ വന്നത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തില് ഒരു ഗ്രാമത്തിൽ നന്നായിട്ട് മഴ പെയ്യുകയാണ്. ആ മഴയത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ തന്റെ മുത്തശ്ശിയോട്, മുത്തശ്ശി, ഈ മഴ എങ്ങനെയാ പെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ അതിന് മറുപടിയായിട്ട് മുത്തശ്ശി പറയുന്നത്, മഴ പെയ്യുന്നതൊക്കെ ഒരു മാജിക്കാ, അതുപോലെ ഈ നാട്ടിലും ഒരു മാജിക് സംഭവിച്ചിട്ടുണ്ടെന്നും മുത്തശ്ശി പറയുന്നു. എന്നിട്ട് മുത്തശ്ശി കഥ പറയുവാനായി ആരംഭിക്കുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരമ്മയാണെങ്കിൽ തന്റെ മകളെ കാണാനില്ല എന്ന് അന്വേഷിച്ച് എല്ലായിടത്തും നടക്കുകയാണ്. മകളുടെ പേരാണ് ലീല. ലീലയെ അന്വേഷിച്ച് അവളുടെ കൂട്ടുകാരിക്ക് അടുത്തേക്കും എത്തും. എന്നാൽ കൂട്ടുകാരിയും അവളെ കണ്ടിട്ടില്ല. എന്നാൽ അവിടെയുള്ളൊരു ഭിത്തിയിലാണെങ്കിൽ ലീല എന്ന് എഴുതി വെച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് 3 പയ്യന്മാരെയാണ്. പ്രായപൂർത്തിയായ ഒരു 3 പയ്യന്മാർ. പ്രായപൂർത്തിയായ പയ്യന്മാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ, അതുപോലെ തന്നെ ചില കുൽസിത വീഡിയോകളൊക്കെ കാണുകയാണ് ഇവന്മാരുടെ പരിപാടി. റൂം അടച്ചിട്ടിട്ട് വീഡിയോ കാസറ്റൊക്കെ കാണുന്ന സമയത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്തിനാ കഥ കടച്ച് അതിനകത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദേ ഇത് കാണാനാണെന്ന് പറഞ്ഞ് ഒരു CD എടുത്ത് കാണിച്ചു കൊടുക്കും. അയാൾക്ക് തന്നെ ഈ പിള്ളേരോട് ദേഷ്യം വരുന്നു. എന്നാൽ ഈ പിള്ളേർക്ക് അതുകൂടാതെ മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. സ്ത്രീകൾ കുളിക്കുന്നതൊക്കെ ഒളിഞ്ഞു നോക്കുക. പക്ഷെ അതിൽ ഒരു പയ്യൻ മാത്രം ഇതിനെല്ലാത്തിനും എതിരാണ്. അവന്റെ പേരാണ് അരുൺ. എന്നാൽ അവന്റെ കൂടെയുള്ള മറ്റു 2 ഫ്രണ്ട്സായ ദിനേശിനും കാർത്തിക്കും ഇത് വല്ലാതെ ഇഷ്ടമാണ്. ദിനേശ് ആണെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് നമുക്ക് വിൽക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാശ് കിട്ടുമല്ലോ, അങ്ങനെ നമുക്ക് ഒരുപാട് സമ്പാദിക്കാനായും പറ്റുമെന്നും ദിനേശ് പറയും. ദിനേശ് പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് കാർത്തിയും യോജിക്കും. പക്ഷെ അരുൺ മാത്രം എതിരാണ്. എന്നാൽ അരുണിനെ കൊണ്ട് ഇവന്മാർ 2 പേരും സമ്മതിപ്പിക്കുകയും ചെയ്തു. വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ കയ്യിൽ ക്യാമറ വേണമല്ലോ. ഇവരുടെ കയ്യിൽ ക്യാമറ ഇല്ല. അതുകൊണ്ട് തന്നെ ദിനേശും കാർത്തിയും അരുണിനെയും കൂട്ടി അരുണിന്റെ അച്ഛനടുത്തേക്ക് വരും. എന്നിട്ട് അച്ഛനോട്, ഞങ്ങൾക്കൊരു ക്യാമറ വേണമെന്നും അരുൺ ആവശ്യപ്പെടുന്നു. ക്യാമറയ്ക്ക് എത്ര രൂപയാകുമെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ 30,000 രൂപയാകുമെന്നും അരുണും കൂട്ടനും പറയും. പക്ഷെ അച്ഛന്റെ കൈവശം അത്രയും കാശില്ലല്ലോ. എന്റെ കൈവശം അത്രയും കാശ് എവിടെന്നാ? നിങ്ങളൊരു കാര്യം ചെയ്യ്, വിനായക ചതുർത്ഥി വരികയല്ലേ, അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം മുൻകൈയെടുത്ത് നിങ്ങൾ ചെയ്യേ. ഒരുപാട് കാശ് കളക്ഷൻ കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് എടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ വാങ്ങാമല്ലോ എന്നും അച്ഛൻ പറയുന്നു. അങ്ങനെ 3 പേരും ചേർന്ന് വിനായക ചതുർത്ഥിക്ക് മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായും തീരുമാനിച്ചു. പക്ഷേ ഇവർക്ക് വിനായക ചതുർത്ഥിക്ക് ഗണപതി ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി വേണമല്ലോ. ആ വണ്ടിയാണെങ്കിൽ അവിടെയുള്ളൊരു ജന്മി കൊടുക്കുവാനായും തയ്യാറാകുന്നില്ല. അതിന് പിന്നിലൊരു കാരണമുണ്ട്. എന്തെന്നാൽ ആദ്യം ഇവർ ഗണപതി ഭഗവാന്റെ വിഗ്രഹം വെച്ചത് ഈ ജന്മിയുടെ വീടിനടുത്തല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തില് ഇവർക്ക് വണ്ടി വിട്ടു കൊടുക്കത്തില്ല എന്നും ജന്മി പറയും. അത് കാരണം എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ദിനേശും കാർത്തിയും അരുണും. അപ്പോഴായിരുന്നു കാർത്തിയുടെ മുത്തശ്ശന്റെ കൈവശം പഴയൊരു സ്കൂട്ടറുള്ള കാര്യം അവർക്ക് ഓർമ്മ വന്നതും. ഉടനെ തന്നെ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് 3 പേരും എത്തുകയാണ്. സ്കൂട്ടർ ആണെങ്കിൽ മോശമായ കണ്ടീഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കും. അയാളാണെങ്കിൽ ശരിയാക്കുവാനുള്ള പരിപാടികളെല്ലാം ആരംഭിച്ചു. അവസാനം ഒരു ഓട്ടോറിക്ഷ മോഡലിൽ സ്കൂട്ടർ ആക്കിയെടുക്കുകയാണ്. വിനായക ചതുർത്ഥിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ച 3 സംഘവും ഗണപതി ഭഗവാന്റെ വിഗ്രഹം ആ ഒരു സ്കൂട്ടറിലിരുത്തിയാണ് കൊണ്ടുപോകുന്നതും. അവർക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ആളുകൾ കാണിക്കായിട്ടിടുന്ന കാശുകളൊക്കെ അവർ എടുക്കും. പക്ഷെ അവർ വിചാരിച്ചത്ര കളക്ഷൻ ഒന്നും കിട്ടുന്നതേയില്ല. എന്നാലും ബാക്കിയുള്ള കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്നും 3 സംഘം കരുതും. അന്നേ ദിവസം സ്കൂട്ടർ അരുണിന്റെ വീട്ടിലാണ് ഇരുന്നതും. അരുണാണെങ്കിൽ ഉറങ്ങുവാനായും കിടന്നു. രാത്രി കുറേ സമയമായതും എന്തോ വെട്ടമടിക്കുന്നത് കണ്ട് അരുൺ ഞെട്ടിയുണരുന്നു. നോക്കുന്ന സമയത്ത് സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആണ്. ആരോ അറിയാതെ ഓണാക്കിയതായിരിക്കുമെന്ന് കരുതി അരുൺ പുറത്തേക്ക് വന്ന് ഹെഡ്ലൈറ്റ് ഓഫാക്കും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണെന്ന് നോക്കുമ്പോൾ കിടന്ന സ്ഥലത്തല്ല സ്കൂട്ടർ ഇരിക്കുന്നത്. സ്കൂട്ടർ ആണെങ്കിൽ കുറച്ച് മുന്നോട്ട് ചെന്ന് നിന്നിട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നതും. അത് കാണുന്ന അരുണിനാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഉടനെ തന്നെ ആ ഒരു കാര്യം കൂട്ടുകാരോട് പറയും.
എന്നാൽ കൂട്ടുകാരാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. അരുണിന്റെ തോന്നലായിരിക്കും അതെന്നാണ് രണ്ടുപേരും പറയുന്നത്. അതേ സമയമായിരുന്നു ഒരു പെൺകുട്ടി കുളിക്കാനായിട്ട് പോകുന്നത് അറിഞ്ഞുകൊണ്ട് അരുണിന്റെ കൂട്ടുകാരാണെങ്കിൽ അവിടേക്ക് പോകുന്നതും. രണ്ടു കൂട്ടുകാരും കുളിസീൻ കാണുന്നത് ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അരുണാണ് പുറത്ത് കാവലിരിക്കുന്നതും. കാവലിരിക്കുന്ന സമയത്തും അരുണിന്റെ മനസ്സിൽ എങ്ങനെയായിരിക്കാം സ്കൂട്ടർ അത്രയും ദൂരം പോയതും തിരിഞ്ഞു നിന്നതും അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവനും. അതേ സമയം തന്നെയായിരുന്നു സ്കൂട്ടർ വല്ലാതെ ഹോണടിക്കുന്നതും. അത് കേൾക്കുന്നതും അരുണിനും കൂട്ടർക്കും പേടിയാകുവാനായി തുടങ്ങി. എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവർ വിചാരിച്ചതുപോലെയല്ല. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേരാണെങ്കിൽ സ്കൂട്ടറിൽ ഹോണടിച്ച് കളിക്കുകയാണ് ചെയ്തതും. ഹോണടിച്ച് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെ 3 പേരും അവിടെ നിന്ന് അടിച്ചു ഓടിക്കും. അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്തും അരുണിന്റെ മനസ്സിലെ ഈ ഒരു സ്കൂട്ടറിന് എന്തോ കുഴപ്പമുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന ചിന്തയുണ്ടാകും. അതുകൊണ്ട് തന്നെ ജനൽ വഴി സ്കൂട്ടറിനെ നോക്കിക്കൊണ്ട് ഉറങ്ങാതിരിക്കുകയായിരുന്നു അരുൺ. എന്നാൽ ഒരു ഘട്ടത്തിൽ അരുൺ അങ്ങ് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ ഞെട്ടി ഉണർന്ന് നോക്കുന്ന സമയത്ത് സ്കൂട്ടർ ആണെങ്കിൽ പഴയ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അരുണിന് കുറച്ച് സമാധാനമായി. എന്നാൽ കുറച്ചു കഴിഞ്ഞതും നന്നായിട്ട് വെയിലടിക്കുവാനായും തുടങ്ങി. വെയിലടിച്ചതും സ്കൂട്ടർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറുന്നു. അത് അരുൺ കണ്ടുകൊണ്ടിരിക്കും. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന അരുൺ ആണെങ്കിൽ ഇനി ഈ സ്കൂട്ടറിൽ വല്ല മോട്ടോർ വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് സ്കൂട്ടർ മുഴുവൻ പരിശോധിക്കും. പക്ഷെ ഒന്നും തന്നെ കാണത്തുമില്ല. അവിടേക്ക് വന്ന ദിനേശിനോടും കാർത്തിക്കിനോടും വെയിലടിച്ച സമയത്ത് സ്കൂട്ടർ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു. പക്ഷെ അതൊന്നും അവർ വിശ്വസിക്കുന്നതേയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഇന്നൊരു ദിവസം നിങ്ങൾ ഇവിടെ താമസിച്ചു നോക്ക്. അപ്പോൾ നാളെ രാവിലെ വെയിലടിക്കുമ്പോൾ ഈ സ്കൂട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നും അരുൺ കൂട്ടുകാരോട് പറഞ്ഞു. അതനുസരിച്ച് അന്നേ ദിവസം കൂട്ടുകാരാണെങ്കിൽ അരുണിന്റെ വീട്ടിലാണ് കിടന്നതും. രാവിലെ 7 മണിക്ക് ഉറക്കം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് 3 പേരും കിടന്നതും. അലാറം അടിച്ച് രാവിലെ 7 മണിക്ക് 3 പേരും സ്കൂട്ടറിന് മുന്നിലായിട്ടിരിക്കുകയാണ്. വെയില് വരുന്ന സമയം നല്ല വെയില് വന്നതും സ്കൂട്ടർ ആണെങ്കിൽ വെയിലിന് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മാറുന്നത് 3 പേരും കാണുന്നു. അതോടുകൂടി അരുൺ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബാക്കി 2 പേർക്കും മനസ്സിലായി. എങ്ങനെയാടാ ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതെങ്ങനെ പോസിബിൾ ആകും എന്നുള്ള കാര്യമൊക്കെ 2 കൂട്ടുകാരും അരുണിനോട് ചോദിക്കുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് അരുൺ പറയുന്നത് സ്കൂട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് ചലിക്കുകയല്ലേ, നമുക്ക് ഇത് വെച്ച് കാശുണ്ടാക്കിയാലോ എന്ന് കൂട്ടുകാരോട് പറയും. അത് കേട്ട് കൂട്ടുകാർ ചോദിക്കുന്നത് സ്കൂട്ടർ അനങ്ങുന്നത് വെച്ച് എങ്ങനെ കാശുണ്ടാക്കാനാ? അതിന് മറുപടിയായിട്ട് അരുൺ പറയുന്നത് നമ്മൾ അവസാനം ഈ സ്കൂട്ടറിൽ വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന്റെ വിഗ്രഹം കയറ്റിയില്ലേ, അപ്പോൾ ഈ സ്കൂട്ടറിൽ ഗണപതി ഭഗവാൻ ഉണ്ടെന്ന് നാട്ടുകാരോട് എല്ലാവരോടും പറയാം. സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ചലിക്കുകയും ചെയ്യുകയല്ലേ, അത് വെച്ച് നമുക്ക് കാശ് സമ്പാദിക്കാമെന്നും അരുൺ പറയുന്നു. ഇവർ പറയുന്നതിനെ എസ് വെക്കും വിധം സ്കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അതിൽ നിന്നും 3 പേർക്കും ഒരു കാര്യം കൂടി മനസ്സിലായി. വലതുവശത്തേക്ക് ചരിഞ്ഞാൽ എസ് എന്നും ഇടതുവശത്തേക്ക് ചരിഞ്ഞാൽ നോ എന്നുമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം സ്കൂട്ടർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിന് തിരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്നും അരുണിനും കൂട്ടർക്കും മനസ്സിലായി. ഈ ഒരു കാര്യം സത്യമാണോന്ന് ടെസ്റ്റ് ചെയ്യുവാനായിട്ടും 3 പേരും തീരുമാനിച്ചു. അതേസമയമായിരുന്നു ഒരു വയസ്സായ മുത്തശ്ശനാണെങ്കിൽ അതുവഴി അയാളുടെ ഗർഭിണി പശുവിനെയും കൊണ്ട് പോകുന്നതും. ഉടനെ തന്നെ ആ മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ സ്കൂട്ടറെ നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാത്തിനും മറുപടി തരും, നിങ്ങൾക്ക് എന്തറിയണമോ അത് ചോദിച്ചു നോക്കെന്നും മുത്തശ്ശനോട് പറയുന്നു. മുത്തശ്ശനാണെങ്കിൽ ആദ്യമൊന്നും മടിക്കും. എങ്കിലും മുത്തശ്ശൻ ആ സ്കൂട്ടറിനോട് ചോദിക്കും, ഇത്തവണയെങ്കിലും എന്റെ പശു പെൺകുഞ്ഞിന് ജന്മം നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന രീതിയിൽ സ്കൂട്ടർ തലയാട്ടി. അത് കാണുമ്പോൾ മുത്തശ്ശന് വല്ലാതെ സങ്കടം വരും. മുത്തശ്ശൻ അടുത്തതായി ഒരു ചോദ്യം കൂടി ചോദിക്കും, എന്റെ മകളുടെ വിവാഹം ഇതുവരെയും നടന്നില്ല, ഈ വർഷമെങ്കിലും എന്റെ മകൾക്ക് വിവാഹം കാണുമോ എന്ന് സ്കൂട്ടറിനോട് ചോദിക്കുമ്പോൾ കാണുമെന്ന രീതിയിൽ സ്കൂട്ടർ തലയാട്ടും. മുത്തശ്ശനപ്പോൾ ഒരുപാട് സന്തോഷമായി. ആ സന്തോഷം കാരണം ഈ സ്കൂട്ടറിന്റെ കാര്യമാണെങ്കിൽ നാട്ടിൽ മുഴുവൻ മുത്തശ്ശൻ പാട്ടാക്കുകയാണ്. സ്കൂട്ടറിന് ദൈവിക ശക്തി ഉണ്ടെന്ന് നാട്ടുകാർക്കിടയിൽ സംസാരമായി. അടുത്ത ദിവസം തന്നെ നാട്ടുകാരെല്ലാവരും അരുണിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അത് കാണുന്ന അച്ഛനും ഞെട്ടിപ്പോവുകയാണ്. സ്കൂട്ടറിന് എന്തോ ദൈവിക ശക്തി ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നതെല്ലാം കേട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു മുത്തശ്ശൻ. നാട്ടുകാരെല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് അരുണിനും കൂട്ടർക്കും വല്ലാത്ത ടെൻഷൻ. കാരണം കൂട്ടർ ഇപ്പോൾ ചലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതൊന്നും ആരും വിശ്വസിക്കത്തില്ലല്ലോ എന്ന ടെൻഷനിലായിരുന്നു അരുണും കൂട്ടരും. അപ്പോഴേക്കും നല്ല വെയില് വന്നിരുന്നു. വെയിലടിച്ചതും സ്കൂട്ടർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറും. അത് നാട്ടുകാരെല്ലാവരും കാണുകയാണ്. അരുണും കൂട്ടരും പറഞ്ഞതെല്ലാം സത്യമാണെന്നും നാട്ടുകാർക്ക് വിശ്വാസമായി. ആ ഒരു സ്കൂട്ടർ ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കുവാനായും തുടങ്ങി.
നാട്ടുകാരെല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങിയ കാര്യം 3 പേർക്ക് മനസ്സിലായതുകൊണ്ട് കൂടി നിന്ന് നാട്ടുകാരോട് ഒരു കാര്യം പറയും. ഒരു ദിവസം ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ചോദ്യം ചോദിക്കുന്നതിന് മുൻപായിട്ട് കാണിക്ക ഇട്ടേ പറ്റൂ എന്നുള്ള കാര്യം 3 പേരും പറയും. അതനുസരിച്ച് കാണിക്ക ഇട്ടിട്ട് എല്ലാവരെയും ക്യൂ ആയിട്ട് നിർത്തിയാണ് അകത്തേക്ക് കയറ്റുന്നതും. അങ്ങനെ ഒരുവിധം കാശ് സമ്പാദിക്കുവാനായും തുടങ്ങി. ഈ ഒരു കാര്യങ്ങളെല്ലാം ആ നാട്ടിലെ പ്രമാണി അറിയും. പ്രമാണി പറയുന്നത് ആ 3 പിള്ളേരും എന്തോ ട്രിക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരിക്കൽ എന്റെ കൈവശം വന്ന് പെടുമെന്നും ആ ഒരു ജന്മി പറയുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ഈ 3 പേരെയും അവരുടെ സ്കൂട്ടറിനെയും പറ്റി നാട്ടിൽ ചർച്ച കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ഈ പിള്ളേരാണെങ്കിൽ കാശ് സമ്പാദിക്കുവാനായും തുടങ്ങി. അത് സഹിക്കാനാകാത്ത ആ പ്രമാണിയാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വിട്ടിട്ട് എന്താണ് ആ ഒരു സ്കൂട്ടറിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാനായും പറഞ്ഞു. മെക്കാനിക്ക് വരുന്നത് പൂജ ചെയ്യാനാണെന്ന പേരിലായിരുന്നു. പക്ഷേ അയാൾ വന്നിട്ട് സ്കൂട്ടറൊക്കെ പരിശോധിക്കുന്നത് കണ്ട് 3 പിള്ളേർക്കും കാര്യം മനസ്സിലായി. പരിശോധിച്ച മെക്കാനിക്കിന് ആ സ്കൂട്ടറിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്തുവാനായും പറ്റിയില്ല. അപ്പോൾ അവർ പറയുന്നത്, മെക്കാനിക്കേ, ഞങ്ങളിതിൽ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായും പറ്റുമല്ലോ. വേഗം ഇവിടെ നിന്ന് പോകുവാനായിട്ടും 3 കൂട്ടുകാരും പറയുന്നു. അപ്പോൾ അവരെ നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും. അതെല്ലാം കഴിഞ്ഞ് അരുണും കാർത്തിയും റെസ്റ്റ് എടുക്കുന്ന സമയം അരുൺ ഒരു ഹെഡ്സെറ്റിക്ക് വെച്ച് പാട്ട് കേൾക്കുകയായിരുന്നു. അതേ സമയത്തായിരുന്നു കിട്ടിയ കാശിന് ദിനേശ് ആണെങ്കിൽ ഒരു ക്യാമറ ഉള്ള ഫോണും വാങ്ങിക്കൊണ്ട് വന്നതും. എന്നിട്ട് അരുൺ അറിയാതെ കാർത്തിയെ വിളിക്കും. കാർത്തിയോട് പറയുന്നത്, ഡാ, നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ട് കുളിസീനൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. അതേ സമയത്തായിരുന്നു ഒരു പെൺകുട്ടി കുളിക്കാനായി കയറിയതും ആ വിവരം ദിനേശും കാർത്തിയും അറിയുന്നതും. അങ്ങനെ ഒരു മൊബൈലും കൊണ്ട് ആ പെൺകുട്ടിയുടെ കുളിസീൻ ഷൂട്ട് ചെയ്യുവാനായിട്ട് 2 പേരും പോകും. ദിനേശാണ് ഷൂട്ട് ചെയ്യുവാനായി കയറുന്നതും. കാർത്തിയാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ട് കാവൽ നിൽക്കുന്നു. ദിനേശ് കുളിസീനെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ട് അരുൺ ഞെട്ടി എഴുന്നേൽക്കും. എന്തായി സംഭവിക്കുന്നത്? ഇതെങ്ങനെയാ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അരുൺ. അതേ സമയം തന്നെയായിരുന്നു സ്റ്റാർട്ടായ സ്കൂട്ടർ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും. സ്കൂട്ടറിനെ ഫോളോ ചെയ്ത് അരുണും പോകും. അവസാനം ഈ ഒരു സ്കൂട്ടർ വന്നു നിൽക്കുന്നത് എവിടെയെന്നാൽ 2 പിള്ളേരും കുളിസീൻ ഷൂട്ട് ചെയ്യുവാനായി പോയില്ലേ, അവിടെ തന്നെയായിരുന്നു. അരുൺ ആ ഒരു കാഴ്ച കണ്ടതും അരുണിന് വല്ലാതെ ദേഷ്യം വരും. ഉടനെ തന്നെ അരുണാണെങ്കിൽ ദിനേശിനെ വലിച്ചിട്ട് അവനെ ഒരുപാട് അടിക്കുന്നു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും വേണ്ട എന്ന്. ഇപ്പോൾ നമ്മുടെ കൈവശം ദൈവം സഹായിച്ച് ഒരുപാട് കാശ് വരുന്നില്ലേ എന്നൊക്കെ അരുൺ പറഞ്ഞിട്ടാണ് ദിനേശിനെ തല്ലുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി പോകുന്നതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശൻ കാണുന്നതും. മുത്തശ്ശനെ ഈ 3 പിള്ളേരെയും വിളിച്ചു നിർത്തിയിട്ട് ഒരു കാര്യം പറയും. എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയിലുള്ളത് ദൈവമൊന്നുമല്ല, ഏതോ ദുരാത്മാവാണ്. നിങ്ങൾ സൂക്ഷിച്ചോ, ഈ ഒരു ദുരാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് ആപത്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. ആ മുത്തശ്ശൻ പറയുന്നത് കേട്ട് 3 പേർക്കും വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. സ്കൂട്ടറിൽ ആത്മാവ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുവാനായിട്ട് 3 പേരും തീരുമാനിച്ചു. ഓജോ ബോർഡ് പോലെ ഒരു സാധനം സെറ്റ് ചെയ്യുവാനായിട്ടാണ് അവർ തീരുമാനിച്ചതും. 2 പെൻസിലും വെച്ചിട്ടുണ്ട്. എന്നിട്ട് എസും നോയും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ സ്കൂട്ടറിലുള്ളത് ആത്മാവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പെൻസിൽ ചലിക്കുവാനായും തുടങ്ങി. എന്നിട്ട് ആ ഒരു പെൻസിൽ എസിലേക്ക് വന്ന് നിൽക്കും. അത് കാണുന്നതും 3 പേർക്കും വല്ലാതെ പേടിയാകും. അവിടെ നിന്ന് അവർ ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ഇറങ്ങി ഓടുന്ന അവരെ ഫോളോ ചെയ്ത് ആ ഒരു സ്കൂട്ടറും പോകുന്നു. സ്കൂട്ടർ ആണെങ്കിൽ അവരെവിടേക്ക് ഓടുന്നു അവിടമെല്ലാം ആ സ്കൂട്ടറും പിന്നാലെ പോവുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ സ്കൂട്ടർ ഓഫായി പോകും. അത് കാണുന്ന 3 പേരും എന്തുകൊണ്ടായിരിക്കാം സ്കൂട്ടർ ഓഫായതെന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ പെട്രോൾ തീർന്നിരുന്നു. പെട്രോൾ തീർന്നത് കൊണ്ടാണോ ഓഫായത്? എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഇതിൽ പെട്രോൾ നിറയ്ക്കണ്ട, ഇത് എവിടെയാണോ കിടന്നത് അവിടെ തന്നെ ഇതിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കാമെന്നും 3 പേരും തീരുമാനിച്ച് ആ ഒരു സ്കൂട്ടർ തള്ളി എവിടെ നിന്നാണോ അവർക്ക് കിട്ടിയത് ആ ഒരു ഷെഡിലേക്ക് തന്നെ സ്കൂട്ടറിനെ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് അതിൽ ദിനേശ് പറയുന്നുണ്ട്, ഈ സ്കൂട്ടർ വെച്ച് നമ്മൾ ഒരുപാട് സമ്പാദിച്ചതല്ലേ, അതുകൊണ്ട് ഈ സ്കൂട്ടറിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് തീരുമാനിച്ച് ഒരു 500 രൂപ എടുത്ത് സ്കൂട്ടറിൽ വെച്ചിട്ടാണ് 3 പേരും അവിടെ നിന്ന് പോകുന്നതും. പെട്രോൾ തീർന്ന് സ്കൂട്ടർ ഓഫായ കാര്യം ആ നാട്ടിലെ പ്രമാണി അറിയും. പ്രമാണി പറയുന്നത്, ആ ഒരു സ്കൂട്ടർ വെച്ച് എന്തൊക്കെ അഭ്യാസങ്ങളാ അവന്മാരിവിടെ കാണിച്ചത്. ഇവന്മാരെ അങ്ങനെ വിട്ടൂടാ. ഒരു കാര്യം ചെയ്, ആ സ്കൂട്ടറിൽ പോയി പെട്രോൾ ഫില്ല് ചെയ്യുന്ന പറഞ്ഞ് ഒരാളിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അയാളാണെങ്കിൽ പെട്രോളുമായി ചെന്ന് സ്കൂട്ടറിൽ പെട്രോൾ ഫില്ല് ചെയ്യുകയാണ്. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണ്ടെന്ന അരുണിനെയും കൂട്ടരെയുമാണ് പിന്നീട് കാണിക്കുന്നതും. അവരുടെ ദേഹത്തേക്ക് ഒരു 500 രൂപ വന്നു വീഴും. ആ 500 രൂപ കാണുന്നതും ഇതാ സ്കൂട്ടറിൽ അവർ വെച്ചിട്ട് പോയ 500 രൂപയാണെന്നും അവർക്ക് മനസ്സിലായി. സ്കൂട്ടർ അവിടെ നിന്ന് പോയോ എന്നൊക്കെ ചിന്തിച്ച അവർ ഉടനെ തന്നെ സ്കൂട്ടറുള്ള സ്ഥലത്തേക്ക് ചെന്ന് നോക്കും. പക്ഷെ അവിടെ സ്കൂട്ടർ ഇല്ല. എങ്കിൽ വീട്ടിൽ കാണുമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ
ദേ അവിടെ നിൽക്കുകയാണ് ആ ഒരു സ്കൂട്ടർ. അത് കാണുന്നതും ഇവരെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു സ്കൂട്ടർ ഇവരുടെ പിന്നാലെ നടക്കുന്നതെന്ന് അവർക്കൊരു തോന്നൽ വരുന്നു. ഉടനെ തന്നെ സ്കൂട്ടറിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട്, ഞങ്ങൾ അന്ന് ചെയ്ത തെറ്റ് പിന്നീട് ഞങ്ങൾ ആവർത്തിച്ചിട്ടില്ല, ഞങ്ങളെ കൊല്ലുവാനാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല എന്നുള്ള രീതിയിൽ ലൈറ്റ് അടിച്ച് കാണിക്കും. അപ്പോഴാണ് അരുണിനും കൂട്ടർക്കും സന്തോഷമാകുന്നതും ഒരു സമാധാനം വരുന്നതും. എന്നാൽ ഇവർക്ക് ഈ ഒരു സ്കൂട്ടറിലുള്ളത് ഒരു ആത്മാവാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ സ്കൂട്ടറിനോട് ചോദിക്കും, ഈ സ്കൂട്ടറിലുള്ളത് മരിച്ചുപോയ ആരുടെയെങ്കിലും ആത്മാവാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് സ്കൂട്ടർ തലയാട്ടും. അപ്പോൾ ദിനേശ് അടുത്തൊരു ചോദ്യം ചോദിക്കും, ഈ ആത്മാവ് പെണ്ണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് തലയാട്ടും. ദിനേശിനോട് അരുണും കാർത്തികും ചോദിക്കും, നിനക്കെങ്ങനെ മനസ്സിലായി ഇത് പെണ്ണാണെന്ന്? അപ്പോൾ ദിനേശ് പറയും, അല്ല, ഈ പെൺകുട്ടികളൊക്കെ മരിക്കുമ്പോഴാണല്ലോ ആത്മാവായിട്ടൊക്കെ ഇങ്ങനെ വരുന്നത്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ എന്നുള്ള കാര്യം ദിനേശ് പറയുന്നു. എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കും, ഈ ഗ്രാമത്തിലുള്ള പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് തലയാട്ടും. എങ്കിലൊരു കാര്യം ചെയ്യുമോ, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ എന്നും സ്കൂട്ടറിനോട് ചോദിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് സമ്മതിച്ച് ലൈറ്റ് അടിക്കും. എന്നിട്ട് സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയാണ്. അവരോട് കയറുവാനായിട്ട് പറയുകയാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ആ സ്കൂട്ടറിലേക്ക് ദിനേശും കാർത്തികും അരുണും കയറും. സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി 3 പേരെയും ഇരുത്തി എങ്ങോട്ടോ പോവുകയാണ്. എങ്ങോട്ടായിരിക്കും പോകുക എന്നൊരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് അരുണും കൂട്ടരും. ഒരു പെണ്ണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് അപ്പോഴേക്കും നമ്മളെ കാണിക്കുന്നത്. ഒരു ഘട്ടത്തിൽ സ്കൂട്ടർ ആണെങ്കിൽ ഒരു വീടിന് മുന്നിലേക്കും ചെന്ന് നിൽക്കും. അരുണും ദിനേശും കാർത്തികും വീടിനുള്ളിലേക്ക് കയറി ചെല്ലും. അവിടെ ഒരു അച്ഛനും അമ്മയുമായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാരെല്ലാവരും ഇവരുടെ സ്കൂട്ടർ കാണുവാനായി ചെല്ലുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും മാത്രമാണ് സ്കൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലാതിരുന്നതും. ദിനേശിനെയും കാർത്തികിനെയും അരുണിനെയും കാണുമ്പോൾ നാട്ടുകാരെ എല്ലാവരെയും പറ്റിച്ചതുപോലെ ഞങ്ങളെയും പറ്റിക്കുവാനായിട്ടാണോ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്നും അച്ഛനും അമ്മയും ചോദിക്കും. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ അവിടെ ആകെ ഏതെങ്കിലും പെൺകുട്ടിയുടെ ഫോട്ടോയുണ്ടോ എന്ന് സെർച്ച് ചെയ്യുകയായിരുന്നു അരുണും കാർത്തികും ദിനേശും. അപ്പോൾ അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണും. ഇതാരാ, നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് അവിടുത്തെ അമ്മ പറയും. മകൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവള് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി, എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യവും ആ അമ്മ ഇവരോട് പറയുന്നു. അപ്പോൾ അരുണിനും കൂട്ടർക്കും ഒരു കാര്യം മനസ്സിലാകും, തങ്ങളുടെ മകൾ മരിച്ചുപോയി എന്നുള്ള കാര്യം ഈ അച്ഛനും അമ്മയ്ക്കും അറിയില്ല എന്ന്. ആ അച്ഛനോടും അമ്മയോടും പെൺകുട്ടി മരിച്ചുപോയ കാര്യം പറയാതെ അവർ 3 പേരും അവിടെ നിന്നിറങ്ങും. എന്നാൽ അവർ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് ആ അമ്മ ഓടി വന്നിട്ട്, ഒരു നിമിഷം നിന്നേ, ഞാൻ ഈ ഒരു സ്കൂട്ടറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് സ്കൂട്ടറിനോട് പറയും, എന്റെ മകള് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന രീതിയിൽ സ്കൂട്ടർ തലയാട്ടും. തന്റെ അമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂട്ടർ അങ്ങനെ പറഞ്ഞതും. അങ്ങനെ അരുണിനെയും കൂട്ടരെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് സ്കൂട്ടർ. അരുണും കൂട്ടരും സ്കൂട്ടറിനോട് ചോദിക്കും, അല്ല, നീ മരിച്ച കാര്യം നിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല, നിനക്ക് കൂട്ടുകാർ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന രീതിയിൽ സ്കൂട്ടർ തലയാട്ടും. എങ്കിൽ അവരെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു തരാമെന്ന മെട്ടിൽ ലൈറ്റും കത്തിക്കുന്നു. അങ്ങനെ ആ ഒരു സ്കൂട്ടർ 3 സംഘത്തെയും കൂട്ടി ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുവാനായും പോകുന്നു. ഒരു ഘട്ടത്തിൽ ആ ഒരു ആത്മാവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുകയാണ്. 3 സംഘം അവരോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ആദ്യമൊന്നും ആ 2 ബെസ്റ്റ് ഫ്രണ്ട്സും വിശ്വസിക്കുവാനായി കൂട്ടാക്കുന്നില്ല. ഒടുവിൽ ആ ഒരു കൂട്ടുകാരി ആ ഒരു സ്കൂട്ടറിനോട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ ലീലയാണോ? അപ്പോൾ അതേ എന്ന മട്ടിൽ സ്കൂട്ടർ തലയാട്ടും. എന്നാൽ അവർ വീണ്ടും വിശ്വസിക്കുവാനായി കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഈ 3 സംഘം പറയും, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് കൂട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചു നോക്ക്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരികയാണെങ്കിൽ വിശ്വസിക്കാമല്ലോ എന്ന് 3 സംഘവും പറയും. അങ്ങനെ കൂട്ടുകാർ ചോദിക്കും, ലീല, നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് സ്ഥിരം കണ്ടുമുട്ടുമായിരുന്നല്ലോ, ആ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കാണിച്ചു തരാമെന്ന മട്ടിൽ സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി 2 കൂട്ടുകാരെയും ഇരുത്തിയിട്ട് അവർ സ്ഥിരം കാണാറുള്ള മരത്തിനടുത്തേക്ക് പോകുന്നു. അത് കാണുന്നതും ആ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനും ഇപ്പോൾ ഈ ബൈക്കിലുള്ളത് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ ലീലയുടെ ആത്മാവാണെന്നും ഉറപ്പായി. അവർ ഒരുപാട് കരയും. 10 വർഷങ്ങൾക്ക് മുൻപ് ഈ ലീല ജീവിച്ചിരുന്നത് കൊണ്ടാണ് 3 പേർക്കും ലീലയെ അറിയാത്തതും. പിന്നീട് ലീലയുടെ കഥയാണ് കാണിക്കുന്നത്. അതെല്ലാം നേരിൽ കാണുന്നത് പോലെ 3 സംഘത്തിന് തോന്നും. ലീലയും കൂട്ടുകാരും നല്ല ജോളിയായിട്ടാണ് ജീവിച്ചു പോകുന്നതും. ലീലയാണെങ്കിൽ നല്ല എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ നാട്ടിലെ ഒരാളാണെങ്കിൽ കുറെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. ട്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ലീലയും കൂട്ടരും എത്തും. ട്യൂഷൻ പഠിപ്പിക്കുന്ന സാർ റെസ്റ്റ് റൂമിൽ പോയ സമയം നോക്കി ലീല കുട്ടികൾക്കടുത്തേക്ക് ചെന്നിട്ട്, ഞാൻ നിങ്ങൾക്ക് മുൻപ് ഒരു വാക്ക് പഠിപ്പിച്ചില്ലേ, സോറി എന്നത്, എന്നാൽ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് താങ്ക് യു എപ്പോ പറയണമെന്നോ,
നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴോ എന്തെങ്കിലും ഉപകാരം ചെയ്തു തരുമ്പോഴോ നമ്മൾ അവർക്ക് താങ്ക് യു പറയണം. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. അച്ഛനും അമ്മയുമായാലും നിങ്ങൾക്ക് എന്ത് നല്ല കാര്യം ചെയ്തു തന്നാലും അവർക്കും താങ്ക് യു പറയണമെന്നും ലീല കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. റെസ്റ്റ് റൂമിൽ പോയിട്ട് ട്യൂഷൻ സാർ വരുന്നത് കണ്ട് 3 പെൺകുട്ടികളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായി നോക്കും. മതിലിനടുത്തുകൂടിയാണ് അവർ 3 പേരും ഓടിപ്പോകുന്നതും. അപ്പോൾ മതിലിലാണെങ്കിൽ ആരുടെയൊക്കെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നതും 3 പേരും കാണുന്നു. അതും ഓരോരോ ഭാഗങ്ങളായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നതും. ചിത്രങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടേ ഇല്ല. ആ ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ ലീലയുടെ കൂട്ടുകാർക്ക് അത് ലീലയുടെ ചിത്രമാണല്ലോ എന്ന് തോന്നൽ വരുന്നു. ലീലയുടെ ചിത്രമാണെന്ന് മനസ്സിലാക്കിയ കൂട്ടുകാരികൾ, നീ ഇത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം, എന്നിട്ട് അവനെ ഒന്ന് വിരട്ടണമെന്നും കൂട്ടുകാരികൾ പറയുമ്പോൾ ലീല പറയുന്നത്, ആരോ വരയ്ക്കട്ടെ, എന്തായാലും നന്നായിട്ട് വരയ്ക്കുകയല്ലേ, ആരായാലും വരയ്ക്കട്ടെ എന്നുള്ള രീതിയിൽ തമാശയ്ക്കാണ് ലീല അതെടുക്കുന്നതും. അതേസമയം തന്നെ ഈ കഥകളെല്ലാം കേട്ടുകൊണ്ടുന്ന മൂവർ സംഘവും ഈ കൂട്ടുകാരികളോട് ചോദിക്കുന്നുണ്ട്, ഈ ലീലയ്ക്ക് ആ നാട്ടിൽ വല്ല പ്രണയവും ഉണ്ടായിട്ടുണ്ടോ? ലീലയ്ക്കൊരു പ്രണയമുണ്ട്. അവന്റെ പേരാണ് വസന്ത്. ലീലയും കൂട്ടുകാരികളും പഠിക്കുവാൻ പോകുന്ന സമയത്തെല്ലാം ഈ വസന്ത് എപ്പോഴും സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ചുമ്മാ പട്ടിഷോ. ലീല അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വസന്തിന് ലീലയെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോൾ ലീല പുറത്തിറങ്ങിയാലും സ്കൂട്ടറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും. ലീലയുടെ ഒരു കൂട്ടുകാരിക്ക് വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടുകാരുറപ്പിച്ച ആ ഒരു വിവാഹത്തിനോട് കൂട്ടുകാരിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. ആ ഒരു കാര്യം ലീലയോടൊക്കെ തുറന്നു പറയും. എന്നാൽ ഈ ലീലയ്ക്കാണെങ്കിൽ വസന്തിനോട് ചെറിയൊരു താല്പര്യമുണ്ട്. അവളാണെങ്കിൽ വസന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തെല്ലാം ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. ഒരു ദിവസം വസന്ത് സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് വസന്തിന് ലീല പിടിച്ചു നിർത്തും. വസന്ത് ഞെട്ടിപ്പോകും. എന്നാൽ ലീല വസന്തിനോട് ചോദിക്കുന്നത്, ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഈ സ്കൂട്ടറിൽ കയറ്റി ഒന്ന് കറക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കേണ്ട താമസം വസന്തിന് ഒരുപാട് സന്തോഷമായി. അതിനെന്താ, കയറ്റാലോ എന്ന് പറഞ്ഞിട്ട് അവളെയും സ്കൂട്ടറിൽ കയറ്റി അവിടെ മാകെ കറങ്ങും. അങ്ങനെ വസന്തും ഈ ഒരു ലീലയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ലീലയുടെ വീടിന് മുന്നിലും വന്ന് വസന്ത് ഹോണടിക്കുകയും ഒക്കെ ചെയ്യും. വസന്താണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ലീല തന്റെ കൂട്ടുകാരികളെയും വിളിച്ച് വസന്തിനെ കാണുവാനായിട്ട് പോകും. ലീല വസന്തുമായി സംസാരിക്കുന്നതിന് കാവലിരിക്കുന്നത് ലീലയുടെ 2 കൂട്ടുകാരികളായിരുന്നു. അങ്ങനെ ദിവസം ചെല്ലുന്തോറും ഇവർക്കിടയിലുള്ള പ്രണയം വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു ദിവസവും വസന്ത് ലീലയെ കാണുവാനായിട്ട് വന്നു. അവർക്ക് കാവലിരിക്കുന്നത് ലീലയുടെ 2 കൂട്ടുകാരികളും. അന്നേ ദിവസം ലീലയ്ക്ക് പീരീഡ്സ് ആയിരുന്നു. വസന്ത് ലീലയുടെ തോളിൽ കൂടി കൈയിടുവാനായി വരുന്ന സമയം തന്നെ ലീല പറയുന്നത്, ഞാൻ പീരീഡ്സിലാ, അങ്ങനെയൊന്നും ചെയ്തുകൂടാ, ഞാനിന്ന് വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങിക്കൂടാത്ത സമയമായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് വസന്ത് പറയുന്നത്, നീ ഏത് കാലത്താ ജീവിക്കുന്നത്? ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഈ സമയത്തും പെൺകുട്ടികൾ ചിത്രശലഭത്തെ പോലെ പറക്കണമെന്നും വസന്ത് പറയുന്നു. അത് കേട്ട് ലീല പറയുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ഇത് എവിടെ നിന്ന് കിട്ടിയതാ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും, അതിൽ നിന്നാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും വസന്ത് പറയുന്നു. വസന്തിന്റെ സംസാരം കേട്ട് ലീലയ്ക്ക് വസന്തിനെ ഒരുപാട് ഇഷ്ടമായി. എങ്കിലൊരു കാര്യം ചെയ്, എന്റെ കവളിൽ ഒരു ഉമ്മ തരുമോ എന്ന് ലീല ചോദിക്കുമ്പോൾ വസന്ത് അവൾക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ ദിവസം ചെല്ലുന്തോറും ഇവർ ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പീരീഡ്സ് ആയിരുന്നപ്പോൾ അവൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുവാനായിട്ട് റെഡി ആവുകയായിരുന്നു. അത് കാണുന്ന അമ്മ, നീ എവിടെ പോവുകയാ? നിനക്ക് പീരീഡ്സ് അല്ലേ? ഏതെങ്കിലും മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇങ്ങനെ നടക്കുകയാന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയും. അപ്പോൾ ലീല വസന്ത് പറഞ്ഞ ഡയലോഗെല്ലാം അമ്മയോടടിക്കും. നമ്മളെ പെൺകുട്ടികള് ഈ സമയത്ത് ചിത്രശലഭത്തെ പോലെ പറന്നു നടക്കണം, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ലീല സംസാരിക്കും. അതെല്ലാം കേട്ട് ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന മട്ടിൽ നിൽക്കുകയാണ് അമ്മ. അങ്ങനെ ലീല അവിടെ നിന്ന് നേരെ പോകുന്നത് വസന്തിനെ കാണുവാനായിട്ടാണ്. വസന്താണെങ്കിൽ ആ ഗ്രാമത്തിലുള്ളതല്ല, മറ്റൊരു ഗ്രാമത്തിലുള്ളതാണ്. ലീലയെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് എപ്പോൾ അവൻ വന്നാലും ലീല എന്ത് റിസ്ക് എടുത്തും വസന്തിനെ കാണുവാനായി പോകുന്നതും. വസന്തിനോട് ലീല ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛനും ഇതുപോലൊരു സ്കൂട്ടറുണ്ട്, എന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ, ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വസന്ത് അവളെ സ്കൂട്ടർ ഓടിക്കുവാനായും പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും വസന്തിനെ കാണുവാനായി വരുന്ന സമയത്തെല്ലാം ലീല സ്കൂട്ടർ ഓടിക്കുവാനായും പഠിക്കും. ഒരു ദിവസം രാവിലെ തന്നെ അച്ഛനാണെങ്കിൽ അച്ഛന്റെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കുവാനായി നോക്കും. പക്ഷെ സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല. ഇതിന് എന്ത് പറ്റിയെന്നൊക്കെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത്, അച്ഛാ ഞാൻ സ്റ്റാർട്ടാക്കി തരാമെന്നും ലീല പറയും. നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം? നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, അതെന്താ അച്ഛാ പറ്റാത്തത്? എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ലീല വന്ന് ദേ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി കൊടുക്കുന്നു. ലീല സ്കൂട്ടർ സ്റ്റാർട്ടാക്കുന്നതുമെല്ലാം അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ ലീലയോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ആൺകുട്ടികളെ പോലെയൊക്കെ നടക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാർ പറയുന്നത് നീ ഒരു വായാടിയാണെന്നാ. അത് കേട്ട് ലീല പറയുന്നത്, എന്തിനാ ഇങ്ങനെ ആണ് പെണ്ണ് എന്നൊക്കെ പിരിച്ച് സംസാരിക്കുന്നത്? എനിക്കിതൊക്കെ ഇഷ്ടമാണെന്നും ലീല പറയുന്നു.
അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി കിടന്ന സമയത്ത് വീണ്ടും സ്കൂട്ടറിന്റെ ഹോണിൽ കേൾക്കും. ഈ രാത്രി വസന്ത് വന്നിരിക്കുകയാണോ എന്ന് ചിന്തിച്ച് ആരും അറിയാതെ ലീല പതിയെ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ അവളെ കാത്ത് പുറത്ത് വസന്ത് ഉണ്ടായിരുന്നു. എന്തിനാ ഈ രാത്രി വന്നതെന്ന് ലീല ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു, അതുകൊണ്ടാ വന്നതെന്ന് പറഞ്ഞ് ലീലയെ കെട്ടിപ്പിടിക്കുവാനായി നോക്കും. എന്നാൽ ലീലയാണെങ്കിൽ പേടിച്ച് പെട്ടെന്ന് അവനെ തള്ളി മാറ്റും. പിന്നീട് ലീല ചിന്തിക്കും, തള്ളി മാറ്റിയത് ശരിയായില്ല, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ വസന്തിനടുത്തേക്ക് ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ലീല വസന്തിനോട് പറയുന്നത്, വേഗം വീട്ടുകാരോട് സമ്മതിച്ച് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് വസന്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ ലീല നേരെ തന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ ഈ കൂട്ടുകാരിക്ക് കല്യാണം ഉറപ്പിച്ചല്ലോ വീട്ടുകാർ. അവൾക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ല. പക്ഷെ വീട്ടുകാരോട് അത് തുറന്നു പറയുവാനുള്ള ധൈര്യവുമില്ല. അതുകൊണ്ട് തന്നെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന വീട്ടിലേക്ക് ലീല കയറി വരും. പയ്യന്റെ വീട്ടുകാരെല്ലാം വീട്ടിൽ നിൽക്കുന്ന സമയം ലീല വന്നിട്ട് അവിടെ വന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കും. ലീലയുടെ അച്ഛനാണെങ്കിലും അവളെ തടയുവാനായി നോക്കുന്ന സമയത്ത് ലീല പറയുന്നത്, എന്റെ കൂട്ടുകാരിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല, പിന്നെ എന്തിനാ നിങ്ങൾ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് എന്ന് ലീല ചോദിക്കുമ്പോൾ കൂട്ടുകാരിയുടെ അച്ഛൻ പറയുന്നത്, ആര് പറഞ്ഞു എന്റെ മകൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന്? അവള് നിന്നോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ലീല പറയും, ഒരു കാര്യം ചെയ്, നിങ്ങൾ നിങ്ങളുടെ മകളോട് തന്നെ ചോദിക്ക് അവൾക്ക് വിവാഹത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്. ഉടനെ തന്നെ അച്ഛനാണെങ്കിൽ കൂട്ടുകാരിയോട്, നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാരെ പേടിച്ച ആ ഒരു കൂട്ടുകാരിയാണെങ്കിൽ താല്പര്യമുണ്ടെന്ന് തന്നെ പറയുന്നു. അത് കേട്ടതും ലീലയ്ക്ക് വല്ലാതെ ദേഷ്യവും സങ്കടവും വന്നു. ലീല അവരുടെ മുന്നിലെല്ലാം ഒരു കോമാളിയായി മാറി. ഉടനെ തന്നെ അച്ഛൻ ലീലയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ കഥകളെല്ലാം മൂവർ സംഘത്തിനോട് കൂട്ടുകാരികൾ പറയുകയാണല്ലോ. ഈ ഒരു കാര്യം നടന്നതിന് ശേഷമാണ് പിന്നീട് ആ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. എന്ത് സംഭവമോ ഉണ്ടായതെന്ന് അരുണും കൂട്ടുകാരും ചോദിക്കുമ്പോൾ വീണ്ടും കൂട്ടുകാരികൾ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്ന് വളരെ ഞെട്ടലോട് കൂടിയാണ് മൂവർ സംഘം കേട്ടുകൊണ്ടേയിരിക്കുന്നതും. അന്നത്തെ കാലത്ത് അവരുടെ ഗ്രാമത്തില് കുളിമുറിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓല കൊണ്ട് മറച്ച ഒരു ഷെഡിൽ നിന്നാണ് എല്ലാവരും കുളിക്കാറ്. ലീലയും കുളിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നായിരുന്നു. എന്നാൽ ഈ കുളിസീനെല്ലാം ഒരു കൊച്ചു പയ്യൻ വന്നു നിന്ന് കാണുമായിരുന്നു. ദിവസവും ലീല കുളിക്കുന്നത് കാണുവാനായിട്ട് ആ പയ്യൻ എത്തുമായിരുന്നു. പക്ഷെ ലീലയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. എന്നിട്ട് അവന്റെ കൈ ഉപയോഗിച്ച് അളവുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നു. ലീല ട്യൂഷൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് താങ്ക് യു എന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ, ആ സമയത്ത് ഈ പയ്യനും അവിടെ ട്യൂഷൻ പഠിക്കുവാനായിട്ടുണ്ടായിരുന്നു. അന്നേ ഇവൻ ലീലയെ നോട്ടമിട്ടതാണ്. ലീലയുടെ ചിത്രം ആരും മതിലിൽ വരച്ചു വെക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? യഥാർത്ഥത്തിൽ ലീലയുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് മറ്റാരുമല്ല, ഈ കൊച്ചു പയ്യൻ തന്നെയാണ്. ലീല കുളിക്കുന്ന സമയത്ത് അവളുടെ കുളിസീൻ കാണുന്ന ഈ പയ്യനാണെങ്കിൽ തന്റെ വിരലുകൾ ഉപയോഗിച്ച് അളവെല്ലാം നോട്ട് ചെയ്തു വെക്കും. എന്നിട്ട് അതാണ് ഭിത്തിയിൽ വരച്ചു വെക്കുന്നതും. ഒരു ഘട്ടത്തിൽ അവൾ പൂർണ്ണ നഗ്നയായിട്ടുള്ള ചിത്രം ഈ പയ്യൻ വരച്ചു. അതെല്ലാം നാട്ടുകാരും കാണുകയാണ്. നാട്ടുകാരാണെങ്കിൽ ലീലയുടെ ചിത്രമാണതെന്ന് മനസ്സിലാക്കി ലീലയെ വല്ലാതെ കുറ്റപ്പെടുത്തും. വിവരമറിഞ്ഞ് അച്ഛനും അവിടേക്ക് ഓടിവരും. തന്റെ മകളുടെ നഗ്ന ചിത്രമാണ് അച്ഛൻ കാണുന്നതും. അതും കൃത്യമായിട്ട് ആ ഒരു പയ്യൻ വരച്ചിട്ടുണ്ട്. പക്ഷെ ആരാണ് വരച്ചിരിക്കുന്നതെന്നും നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. നാട്ടുകാർ പല രീതിയിലും ലീലയെക്കുറിച്ച് പറയുവാനായി തുടങ്ങി. ഏതോ ആണുങ്ങളെ കൂടെയൊക്കെ പോയത് കൊണ്ടാണ് അവളുടെ ചിത്രം ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നാട്ടുകാർ പറഞ്ഞു. മകളെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയല്ലേ, മകൾ ഇങ്ങനെ നടന്നാണ് ദേ അവസാനം ഭിത്തിയിൽ അവളുടെ ഫോട്ടോ വന്നതും എന്നുള്ള രീതിയിലൊക്കെ നാട്ടുകാർ പറഞ്ഞു. അത് സഹിക്കാനാകാത്ത അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് നേരെ പോകുന്നത് പെയിന്റ് കലക്കുവാൻ വേണ്ടിയിട്ടാണ്. കരഞ്ഞുകൊണ്ട് പെയിന്റ് കലക്കിക്കൊണ്ടുവന്ന് ആ ചിത്രത്തിൽ ഒഴിക്കും. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ ലീലയെ പിടിച്ച് വീട്ടിൽ തന്നെ ഇരുത്തുന്നു. അവളെ പുറത്തിറങ്ങുവാൻ പോലും സമ്മതിക്കുന്നില്ല. ലീലയോട് പറയുന്നത്, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന്. അവസാനം എന്തായി? നാട്ടുകാരൊക്കെ നിന്നെക്കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടാ. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാ സഹിക്കുന്നത്? നിന്നെ കാരണമാ ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നീ തന്നെയാ ഇതിനെല്ലാത്തിനും കാരണമെന്ന് അമ്മ അവളെ കുറ്റപ്പെടുത്തും. ആ ഒരു പ്രശ്നത്തോടു കൂടി ലീല വീട്ടിൽ നിന്നും പുറത്തു വരാതായി. വീട്ടിനുള്ളിൽ ഒരു ഭ്രാന്തിയെ പോലെ അവൾ അടച്ചിരുന്നു. അവളെ കാണുവാനായിട്ട് പല സമയത്തും വസന്ത് വരാറുണ്ടായിരുന്നു. വസന്ത് അവളുടെ വീടിന് മുന്നിൽ വന്നും ഹോണടിക്കും. പക്ഷേ ഹോണടി കേട്ടിട്ടും ലീല ഇറങ്ങി ചെല്ലില്ല. ലീലയെ ദിവസങ്ങളോളം വസന്ത് കാത്തിരുന്നു. ലീലയെ കാണാതായപ്പോൾ വസന്തിന് ആകെ സങ്കടമായി. അവളിനി ഒരിക്കലും ഇറങ്ങി വരില്ല എന്ന് തന്നെ വസന്ത് വിചാരിച്ചു. ഈ ഒരു കഥകളെല്ലാം വളരെ സങ്കടത്തോടു കൂടിയാണ് രണ്ടു കൂട്ടുകാരും പറയുന്നത്. കൂട്ടുകാർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വണ്ടിയിൽ സങ്കടത്തോടെ ഇരുന്ന് കരയുന്ന ലീലയെ കാണിക്കുന്നുണ്ട്. ലീലയുടെ കഥകളെല്ലാം കേട്ട് ആ ഒരു മൂവർ സംഘത്തിനും വല്ലാതെ വിഷമമാകുന്നു. ആ പയ്യന്മാരും വല്ലാതെ ഫീൽ ചെയ്ത് കരയുകയാണ്. അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. എന്തെന്നാൽ ആ ഒരു കൊച്ചു പയ്യൻ ചെയ്ത തെറ്റാണല്ലോ ഇപ്പോൾ ഈ പയ്യന്മാരും ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. അവർ ചെയ്ത തെറ്റുകൾ ഓർത്താണ് അവർ കരയുന്നതും.
അതിനുശേഷം ലീലയെ കാണിക്കുന്നു. ലീല വീട്ടിലിരുന്ന് വല്ലാതെ മടുത്തിരിക്കുന്നു. അമ്മയോട് ലീല ചോദിക്കും, അമ്മേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് ലീല പറയുമ്പോൾ അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയും. ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങരുതെന്നാണ് ലീലയോട് പറയുന്നതും. ലീല വല്ലാത്ത സങ്കടത്തിലിരിക്കുകയാണ്. തന്റെ മകളുടെ അവസ്ഥ കണ്ട് അച്ഛനും വല്ലാത്ത സങ്കടം വരും. അവളോട് പുറത്തേക്ക് പോകുവാനായിട്ട് പറയുവാനും അച്ഛന് പറ്റുന്നതേയില്ല. അച്ഛൻ എല്ലാ സങ്കടവും സഹിച്ചാണ് ഇരിക്കുന്നതും. അതേസമയം തന്നെ ജനലിനടുത്ത് ചാരിയിരുന്ന ലീലയ്ക്കടുത്തേക്ക് ഒരു ചിത്രശലഭം പറന്നു വരുന്നു. അപ്പോൾ തന്റെ കാമുകനായിട്ടുള്ള വസന്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ലീലയ്ക്ക് ഓർമ്മ വരും. അച്ഛൻ വീട്ടിലില്ലാത്ത സമയം അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ലീലയാണെങ്കിൽ അച്ഛന്റെ സ്കൂട്ടറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അവൾ നേരെ വന്നത് അവളുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന ആ ഭിത്തിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ലീല ഒരു കാര്യം തീരുമാനിക്കും. തനിക്ക് നാട്ടുകാരോട് കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കുകയും വേണം. അതിന് ലീല കുറച്ച് കാര്യങ്ങൾ ഭിത്തിയിൽ എഴുതി. എന്നിട്ട് ബൈ ലീല എന്ന് എഴുതി വെച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നതും. ലീല വീട്ടിലില്ലാത്ത കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. തന്റെ മകൾ എവിടെ പോയെന്ന് അന്വേഷിച്ചിറങ്ങുകയാണ് അമ്മ. എന്നാൽ ലീലയാണെങ്കിൽ സന്തോഷത്തോടു കൂടി സ്കൂട്ടറിൽ കറങ്ങുന്നു. അമ്മ ലീലയെ അന്വേഷിച്ച് ഓരോ വീടുകളായി കയറി ഇറങ്ങുകയാണ്, അതും മഴയത്ത്. ആ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. നല്ല മഴ പെയ്തതിനാൽ ലീല ഭിത്തിയിൽ എഴുതിയിരുന്നതെല്ലാം മാഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അവൾ എന്താണ് എഴുതിയിരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട 3 പിള്ളേർക്കും എന്തായിരിക്കും ലീല ഭിത്തിയിൽ എഴുതിയിരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു ടെൻഷനായി. അവരതിനെപ്പറ്റി തന്നെ ആലോചിക്കുകയാണ്. മാത്രവുമല്ല, ഈ കാർത്തി പറയുന്നുണ്ട് തന്റെ മുത്തശ്ശന്റെ കൈവശം ആ ഒരു സ്കൂട്ടർ എങ്ങനെ എത്തി എന്നുള്ള കാര്യമൊക്കെ അവർ ചിന്തിക്കും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശന്റെ കൈവശം എങ്ങനെ സ്കൂട്ടർ എത്തിയെന്നാണ്. ലീല സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് തന്നെ അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. ആ ഒരു സമയത്താണ് അവൾ മരണപ്പെട്ടതും. അതുവഴി സൈക്കിളിൽ വന്ന മുത്തശ്ശനാണെങ്കിൽ സ്കൂട്ടർ കിടക്കുന്നത് കാണുന്നു. സ്കൂട്ടറിന് അടുത്തായിട്ട് ലീലയുമുണ്ട്. എന്നാൽ ലീലയുടെ ഡെഡ് ബോഡി എന്ത് ചെയ്തെന്ന് കാണിക്കുന്നതേയില്ല. മുത്തശ്ശൻ ആ സ്കൂട്ടറും എടുത്തുകൊണ്ടുവന്ന് ആ ഒരു ഷെഡിൽ കയറ്റി വെക്കും. അങ്ങനെയാണ് ആ ഒരു സ്കൂട്ടർ കാർത്തിക്കും കൂട്ടർക്കും കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ അരുണിനും കൂട്ടർക്കും വല്ലാത്ത ടെൻഷനായിരുന്നല്ലോ. അവൾ എന്ത് കാര്യമായിരിക്കും ഭിത്തിയിൽ എഴുതി വെച്ചതെന്ന്. പക്ഷേ വലിയ ചോദ്യങ്ങളൊന്നും സ്കൂട്ടറിനോട് ചോദിക്കാൻ പറ്റത്തില്ല. യെസ് നോ അത് മാത്രമല്ലേ സ്കൂട്ടറിന് പറയുവാനേ പറ്റത്തുള്ളൂ. എന്ത് ചോദിക്കാമെന്ന് ചിന്തിച്ച അരുണാണെങ്കിൽ ഉടനെ തന്നെ സ്കൂട്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് പറയും. ആരോടെങ്കിലും വൈരാഗ്യം തീർക്കുവാനാണോ എത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് പറയുന്നു. പിന്നീട് എന്ത് ചോദിക്കും എന്ന ടെൻഷനായി അരുണിന്. അങ്ങനെ അരുൺ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങിക്കിടന്ന അരുൺ പെട്ടെന്നെന്ന് തോന്നി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവൻ കൂട്ടുകാരോട് പറയും, ലീല ആ ഭിത്തിയിൽ എഴുതിയിരുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വാ നമുക്ക് പോയി അതെന്താണെന്ന് ആ ഒരു ഭിത്തിയിൽ തന്നെ എഴുതാമെന്ന് പറഞ്ഞ് അരുൺ തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുന്നു. ലീലയുടെ 2 കൂട്ടുകാരോടും അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ ലീലയുടെ കൂട്ടുകാരും അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ഭിത്തിയിൽ അരുൺ എന്തോ കാര്യങ്ങൾ എഴുതും. ആ ഒരു കാര്യം നോക്കി നിൽക്കുകയാണ് അരുണും പിന്നെ ലീലയുടെ 2 കൂട്ടുകാരും അരുണിന്റെ കൂട്ടുകാരും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന ലീലയുടെ അച്ഛനും അമ്മയും കാണുന്നത് ലീലയുടെ ഫോട്ടോയിൽ ആരോ മാലയിട്ട് പൊട്ടും തൊട്ടു വെച്ചിരിക്കുന്നതാണ്. അതാ 3 പിള്ളേരും ചെയ്തിരിക്കുന്നതാണെന്നും ലീലയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. അപ്പോൾ നമ്മുടെ മകൾ മരണപ്പെട്ടുവല്ലേ എന്നൊക്കെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ട് ചിന്തിക്കും. അതേസമയം തന്നെയായിരുന്നു ഗ്രാമത്തിലുള്ള ആ ഒരു മതിലിൽ എന്തോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ട് നാട്ടുകാരെല്ലാവരും കൂടി നിൽക്കുന്നത്. അതേ സ്ഥലത്തേക്ക് തന്നെ ലീലയുടെ അച്ഛനും അമ്മയും എത്തും. ലീല എന്താണ് എഴുതിയിരുന്നതെന്ന് പിന്നീട് നമ്മളെ കാണിക്കുകയാണ്. താങ്ക് യു എന്നാണ് എഴുതിയിരുന്നതും. അരുണാണല്ലോ തലേ ദിവസം രാത്രി ആ ഒരു ഭിത്തിയിൽ എന്തോ എഴുതി വെച്ചതും. അതെന്തെന്നാൽ താങ്ക് യു ബൈ ലീല എന്നാണ് എഴുതിയിരുന്നതും. ലീല എന്താണ് എഴുതാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് അരുണിനൊന്ന് മനസ്സിലായി. അരുൺ ഉടനെ തന്നെ ലീലയോട് ചോദിക്കുന്നത് ഇതല്ലേ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ അതേ എന്ന മട്ടിൽ ആ ഒരു സ്കൂട്ടർ ലൈറ്റ് കത്തിച്ച് കാണിക്കുന്നു. യഥാർത്ഥത്തിൽ എന്തെന്നാൽ ലീല പറയാനായി ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഞാനൊരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറന്നു നടക്കും, അല്ലാതെ ഞാൻ വീട്ടിലിരിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അതുദ്ദേശിച്ചും കൊണ്ടാണ് ലീല എന്ന് താങ്ക് യു എന്ന് എഴുതിയിരുന്നതും. ലീലയുടെ മനസ്സിൽ വിചാരിച്ച കാര്യമാണല്ലോ ഇപ്പോൾ അരുൺ എഴുതിയിരുന്നതും. അതുകൊണ്ട് തന്നെ ലീലയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരു സ്കൂട്ടറിലെ ലൈറ്റ് ആണെങ്കിൽ വിട്ട് കത്തുവാനായും തുടങ്ങി. അത് നാട്ടുകാരെല്ലാവരും കണ്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. കൂടെ ലീലയുടെ അച്ഛനും അമ്മയും ഉണ്ട്. ആ ഒരു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് ദൈവമല്ല, ലീലയുടെ ആത്മാവാണെന്ന കാര്യം നാട്ടുകാർക്കും ലീലയുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം മനസ്സിലായി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പെട്ടെന്ന് തന്നെ സ്കൂട്ടറിൽ നിന്നും ഒരുപാട് ചിത്രശലഭങ്ങൾ പറക്കുകയാണ്.
ലീലയുടെ ആത്മാവ് ചിത്രശലഭമായി മാറി അവിടെ നിന്ന് പറന്നു പോകുന്നു. ആ ഒരു സ്കൂട്ടറിൽ നിന്നും ലീലയുടെ ആത്മാവ് പോയതിൽ പിന്നെ 3 പിള്ളേർക്കും വല്ലാത്ത സങ്കടമായിരുന്നു. ആ സീൻ അവിടെ കട്ടായി സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച മുത്തശ്ശിയും കൊച്ചുമോളെയുമാണ് കാണിക്കുന്നത്. കൊച്ചുമോളോട് മുത്തശ്ശി ആ ഗ്രാമത്തിൽ നടന്ന ഒരു മാജിക്കിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണല്ലോ. കഥകളെല്ലാം കേട്ടുകൊടുന്ന കൊച്ചുമകൾ മുത്തശ്ശിയോട് ചോദിക്കും, അപ്പോൾ ആ ലീലയുടെ ആത്മാവ് സ്കൂട്ടറിൽ നിന്നും പോയോ എന്ന് കൊച്ചുമകൾ ചോദിക്കുമ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ 3 പിള്ളേരെയുമാണ് കാണിക്കുന്നത്. ലീലയുടെ ആത്മാവ് പോയോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് 3 പിള്ളേരും വീണ്ടും ഓജോ ബോർഡ് കളിക്കും. ആത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്നതിലേക്ക് പെൻസിൽ വന്ന് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. അവരുടെ അടുത്തേക്ക് ആ ഒരു ചിത്രശലഭം പറന്നു വന്ന് ആ ഒരു സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ ലീലയുടെ ആത്മാവ് വീണ്ടും തിരികെ വന്നെന്ന് അവർക്ക് മനസ്സിലാകും. ഉടനെ തന്നെ സ്കൂട്ടറും എടുത്ത് അവരവിടെ നിന്ന് പോകും. ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യുവാനായിട്ട് പിള്ളേര് വണ്ടി നിർത്തി. എന്നിട്ട് അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു മുത്തശ്ശൻ ഒരു സ്കൂട്ടറിൽ വരും. മുത്തശ്ശൻ വന്ന സ്കൂട്ടർ ആണെങ്കിൽ ലീലയുടെ ആത്മാവുള്ള സ്കൂട്ടറിന് അടുത്തെത്തുന്ന സമയത്ത് തന്നെ റിപ്പയർ ആവുകയാണ്. മുത്തശ്ശൻ അത് എന്ത് പറ്റിയെന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് തന്നെ ലീലയുടെ ആത്മാവുള്ള സ്കൂട്ടറിനെ ആ ഒരു സ്കൂട്ടർ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് വസന്തിന്റെ സ്കൂട്ടർ ആയിരുന്നു. വസന്തിന് എന്ത് സംഭവിച്ചെന്ന് നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ. ആ കഥകളെല്ലാം കേട്ടുകൊണ്ടുവന്ന കൊച്ചുമകൾ മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശി അപ്പോൾ ആ വസന്തിന് എന്ത് സംഭവിച്ചു? വസന്ത് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നത് അതൊരു വലിയ മാജിക് ആണ് എന്നാണ് മുത്തശ്ശി മറുപടി പറഞ്ഞത്. അതിനുശേഷം കാണിക്കുന്നത് വസന്തിന്റെ സ്കൂട്ടറിൽ നിന്നും ഒരു ചിത്രശലഭവും ലീലയുടെ സ്കൂട്ടറിൽ നിന്നും ഒരു ചിത്രശലഭവും പറന്നു വന്ന് അടുത്തടുത്ത് ചേർന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഒരു പാട്ടിലൂടെ വസന്തിനെയും ലീലയെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ വസന്തിന് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ? വസന്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും വസന്തിന്റെ സ്കൂട്ടർ എങ്ങനെ അവിടെ വന്നു, ആ സ്കൂട്ടർ എങ്ങനെ ചലിക്കുന്നത് എന്നൊക്കെയുള്ളത് അടുത്ത പാർട്ടിൽ കാണിക്കുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.